നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. പണ്ട് കാലത്തൊക്കെ ഈ ഒരു ഈസ്റ്റർ സമയത്തൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ഒരപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മധുരമുള്ള പലഹാരമാണ്. മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പണ്ടൊക്കെ ഇത് അടുപ്പിലാണ് ചെയ്ത് വെക്കാം, അതായത് താഴ്ഭാഗവും മേൽഭാഗവും അടുപ്പിൽ കനൽ വെച്ച് അങ്ങനെയാണ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ കിണ്ണത്തപ്പം ഉണ്ടല്ലോ, ഒരു കിണ്ണത്തപ്പത്തിൻ്റെ ഒരു ചെറിയ രൂപം എന്ന് പറയാം. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് പറ്റുന്ന വിധത്തിൽ എങ്ങനെയാണ് ഈ ഒരു ഒരപ്പം ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. നമ്മൾ നൂൽപുട്ടിനൊക്കെ എടുക്കുന്ന തരിയൊന്നും ഇല്ലാത്ത അരിപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് വറുത്തെടുത്ത അരിപ്പൊടി തന്നെ വേണം. അപ്പോൾ നമ്മൾ വറുക്കാത്തതാണെങ്കിൽ പൊടിച്ചതിന് ശേഷം ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ വേണം. ഞാൻ ഏതാണ്ട് 1 കപ്പോളം ചിരകിയ തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തു, എന്നിട്ട് പിഴിഞ്ഞെടുത്ത പാലാണ്. അപ്പോൾ 1.5 കപ്പ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിനി അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 1.5 കപ്പ് വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു 1.5 കപ്പ് വെള്ളത്തിന് പകരം അത്രയും തന്നെ തേങ്ങാപ്പാലും വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. അതായത് 3 കപ്പ് തേങ്ങാപ്പാൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ മധുരത്തിനായി പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാൻ 1.25 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ മധുരം 2 കപ്പ് വരെയൊക്കെ ആവാം കേട്ടോ. മധുരം നല്ലോണം ഇഷ്ടമുള്ളവർക്ക് അത്രയും ആവാം. പിന്നെ ഏലക്കാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം. ഇനി കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് സ്റ്റൗവിലോട്ട് മാറ്റിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്യുന്നത് പോലെ പൊടി വാട്ടിയെടുക്കുക എന്ന് പറയും. അപ്പോൾ ചെറുതീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, കാരണം കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതുപോലെ ഇടയ്ക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരുന്ന ഒരു പരുവത്തിലായി വരും. പാത്രത്തോളം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ആയി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും നെയ്യിൽ മൂപ്പിച്ച് ചേർക്കുകയാണ്. ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു കുക്കിംഗ് പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞിട്ട്, അത് ഫസ്റ്റ് ഒരു സ്റ്റേജ് ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാണ്. അപ്പോൾ ശരിക്കും ട്രഡീഷണൽ ആയിട്ട് ഇത് ചെയ്തെടുക്കുമ്പോൾ അടുപ്പിൽ ചെയ്തിട്ട് മേലെ ഇങ്ങനെ കനൽ വെക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മളിതിപ്പം ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നെയ്യൊക്കെ തടവിയ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് മാറ്റിയതിന് ശേഷം നമ്മൾ സ്പൂണിൽ കുറച്ച് നെയ്യ് ആക്കിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കാം, കാരണം ഗ്യാപ്പ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഓവൻ. ഇനി ഇതിലേക്ക് വെച്ച് ഒരു 30 മിനിറ്റ്സോളം എടുക്കും. അപ്പോൾ ഇത് നോക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗം കളറ് ചേഞ്ച് ആയി വരുന്നുണ്ട്. ഒരു ക്രസ്റ്റ് ഫോം ചെയ്യും. അപ്പോൾ അതിൻ്റെ കളർ അങ്ങ് ചേഞ്ച് ആവും, ഒരു ക്രാക്കൊക്കെ വന്ന പോലെ വരും. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 30 മിനിറ്റ്സോളം എത്തും. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി. ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓവനിൽ നിന്ന് പുറത്തെടുത്തു. മേൽവശത്തൊക്കെ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു ക്രസ്റ്റ് പോലെ വന്നിട്ടുണ്ട്. ഇതാണ് പാകമായിട്ടുള്ള ഒരു സമയം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നല്ല വേറെ ഒന്നുമില്ലാതെ കിട്ടുന്നുണ്ടെങ്കിൽ പാകമായി എന്നാണ് അർത്ഥം. പിന്നെ അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല പോലെ തണുത്തിട്ട് മാത്രം കട്ട് ചെയ്തെടുക്കുക, എന്നാലേ കൃത്യമായിട്ട് കിട്ടുള്ളൂ.
അപ്പോൾ ഒറ്റയപ്പം നമ്മൾ ബേക്ക് ചെയ്ത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു ഒരു ക്രസ്റ്റാണ്, അടിഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മധുരം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മധുരമാണ്. കൂടുതൽ മധുരം വേണ്ടവർക്ക് 2 കപ്പോളം ചേർക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.